എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ കാലമായല്ലോ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ സ്മാർട്ട് ബസാറിൽ പോകണം, പിന്നെ കുറച്ച് ഹാമ്പേഴ്സിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു ഇൻ്റർനാഷണൽ ഇത് വന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് ഹാമ്പർ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൊറിയർ എവിടെ നിന്നാണ് നമുക്കത് അയക്കേണ്ടത്, എത്ര രൂപയാണ് വരണേ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യാനായിട്ട് പോകണം. അങ്ങനെ വളരെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഈ പറഞ്ഞ മാതിരി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നമ്മുടെ ഒരു കുഞ്ഞ് ബ്രാൻഡ് എന്താ പറയുക, ഇത്രയും വലുതായല്ലോ, അല്ലെങ്കിൽ ഇത്രയും പേരത് ഏറ്റെടുത്തു എന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് ഞാൻ ആ കസ്റ്റമറിനോടും പറഞ്ഞത് ഇതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, ഞാൻ ഇതുവരെ അങ്ങോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എന്താണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്കത് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ 1-2 പേരെയൊക്കെ എൻക്വയറി ചെയ്തപ്പോൾ 4,000 6,000 ഒക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ ഒരു ഇതും കൂടെ കിട്ടിയിട്ടുണ്ട്. അവിടെയും കൂടെ പോയിട്ട് നേരിട്ട് അവരെ വിളിക്കുമ്പോൾ കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് ബാക്കി. ഞാൻ തിരുവല്ലമലയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. എനിക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, അതായത് ചോക്ലേറ്റ് ഗിഫ്റ്റ് ഹാമ്പർ വേണമെന്ന് പറഞ്ഞത്. സോ നമ്മളങ്ങനെ ചോക്ലേറ്റ് ഗിഫ്റ്റ് ഹാമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഹാമ്പറിനുള്ളതല്ല, വേറൊരു ഹാമ്പറും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചോക്ലേറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ഇന്ന ചോക്ലേറ്റ് വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ മാക്സിമം ചോക്ലേറ്റ്സ് എല്ലാം അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയാട്ടോ ചോക്ലേറ്റ്സ്. ഞാൻ ഹെർഷീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സാധനം അടിപൊളിയാണേ. ഇതാട്ടോ നമ്മുടെ ഹാമ്പർ. അപ്പോൾ ഞാനത് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ആർക്കെങ്കിലും സെറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തൊരു നമ്പർ കൊടുക്കാം, അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഹാമ്പേഴ്സ് എല്ലാം സെറ്റാക്കിയിട്ട് വന്നു കേട്ടോ. ഫുഡ് കഴിച്ച് വന്ന് നോക്കുമ്പോൾ ഓറിയും സിംബയും കൂടെ ഇട്ട് ഭയങ്കര കളിയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സിംബ അവനോട് പിണങ്ങി മുകളിൽ വന്നിരിക്കുന്നതാണ്. ഇവർ തമ്മിൽ എന്നും അടികൂടും കേട്ടോ. അടികൂടി കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് പോയി. അവൻ എന്നെ തേച്ച് ഗൈസ്. അവൻ നേരെ റൂമിലേക്ക് ഓടിപ്പോയി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിറ്റി, അവനൊരു പാവാണ്. അവനിങ്ങനെ എല്ലാം സഹിച്ച് അവിടെ കിടക്കും. അത് കഴിഞ്ഞ് ഞാൻ സിംബനെ ഇങ്ങനെ പറയണം, പൊട്ടിയിട്ടോ സാരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കൺസോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അവിടെ നടക്കില്ല. അവൻ പിണങ്ങിക്കഴിഞ്ഞ് തന്നെയാണ്. അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കണ്ടോ മൈൻഡ് ചെയ്തൊക്കെ കിടക്കും. ഈ പെറ്റ് പാരൻസിനൊക്കെ ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് വിചാരിക്കുന്നത് വെറും പൂച്ചയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ പെറ്റ്സാണ്, അവർക്കും എല്ലാ ഇമോഷൻസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർ നമ്മളോട് വാശി കാണിക്കും, ദേഷ്യം കാണിക്കും, പിണങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. അതെനിക്ക് പലപ്പോഴും ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ടില്ലേ, അവനെ ഞാൻ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ അവൻ മാറി പോകുന്നത്. നമ്മൾക്ക് കുറേ ക്യാറ്റ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഇത് ഏറ്റവും ചെറുതാണ്. സോ അവൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ ആൻഡ് ടേക്ക് കെയർ.